ലോക ചരിത്രത്തിൽ ആസിയ ബീവിയുടെ പേര് പോലും അല്ലാഹു സൂറത്തിന് വെച്ചിട്ടില്ല. സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമാകുന്ന മറിയം ബീവിയുടെ പേര് അല്ലാഹു നൽകുകയാണ്. ഇതൊരു സാദാസീത പെണ്ണല്ല. വമറിയമ ഇബ്നത ഇമ്രാനിനും ഹന്നത്തിനും മക്കളായി അല്ലാഹു കൊടുത്തതാകുന്ന തങ്കക്കനിയല്ലേ മറിയമേ. ആ മറിയം ഒരു സാദാസീത പെണ്ണല്ല. അഹ്സനത ഫറജഹ, അല്ല ക്വാളിറ്റിയായി ഏറ്റവും എടുത്തു പറഞ്ഞത് ഒരു പെണ്ണിന് വേണ്ടുന്ന കന്യകത്വം കാത്ത് സംരക്ഷിച്ചവനാണ്. അഹ്സനത ഫറജഹ, ഹറാമായ തലത്തിലേക്ക് തന്റെ ശരീരത്തെ കൊണ്ടുപോകാത്ത പെണ്ണാണ്. അന്യരമായി മോശപ്പെട്ടതാകുന്ന പ്രവണത ആ പെണ്ണിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാവാത്തത് ഉമ്മ ദ്വാരുന്നതാണ്. കുട്ടി ജനിച്ചപ്പോ തന്നെ എന്ത് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. നിന്നെയും നിന്റെ സന്താന പരമ്പരകളെയും അല്ലാഹു നിന്നെ തൊട്ട് കാവലത്തൊടുന്നു. ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ കൊടുക്കണേ. ഇന്ന് വരെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് അല്ലാഹു ഇവന് എല്ലാവിധ കാവലും കൊടുക്കണേ, പിശാചിനെ തൊട്ട് ദ്വാരുന്നിട്ടുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മന്ത്രിച്ചിട്ടുണ്ട്. അത് ഓതിയാൽ തന്നെ നിന്റെ മേത്തുള്ള ശൈത്താൻ ആദ്യം ഇറങ്ങിപ്പോകും. അല്ലാഹു തൗഫീഖ് തരും. ശൈത്താൻ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഓതാൻ പറ്റാത്ത. നമ്മളിതൊന്നും ഇല്ല, ഇതിനൊന്നും ഇസ്ലാമികമല്ല എന്ന് കരുതിയിട്ട് നമ്മളിരിക്കുക. അതുകൊണ്ടെന്നാ എല്ലാ പൈശാചികതയിലേക്ക് മക്കൾ പോകും. കുട്ടികളെ പൈശാചികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം കൊടുക്കുക ഒരു രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണ്. അതാണ് കടമ. ഒന്നാമത്തെ കടമ അതാണ്. നമ്മളതൊന്നും പൂർത്തീകരിക്കുന്നില്ല. നമ്മളെല്ലാം അങ്ങനെ കൊടുക്കുക. കഴിക്കങ്ങനെ കുഴിമന്തി വേണോ, പിടിച്ചോ, കിഴിപൊറോട്ട വേണോ, ഇന്നാ നല്ല ഫ്രൂട്ട്സ് കഴിക്കും, വിറ്റാമിൻ ഉണ്ടാവും, കഴിക്കുക, റാഹത്തായിട്ട് കഴിക്കുക, എല്ലാം കൊടുക്കുക. പൈശാചികയിൽ നിന്ന് ഒഴിവാക്കുക, അതാണ് ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അത് കൊടുക്കാൻ പറ്റിയില്ല, എല്ലാം പോയി. ബാക്കി വിറ്റാമിൻ ഒന്നും കൊടുത്തിട്ടുണ്ടെന്ന് ഒരു കാര്യം. ഈ ആയത്ത് പഠിച്ചു വെച്ചു. ആലി ഇമ്രാൻ 36-ാമത്തെ വചനം, വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ടതാണ്. മറിയം ബീവിക്ക് ഇത് ഊതി കൊടുത്തപ്പോഴാണ് മറിയം ബീവിയിലും മറിയം ബീവിയുടെ സന്താനങ്ങളിലും ഈസാ നബി അലൈഹിസ്സലാം പൈശാചികത ഉണ്ടായിട്ടില്ല. ഭയങ്കര സംഭവമാണ് പറയുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഇബാദത്തിന് വേണ്ടി ഒരു മഠം കൊടുത്തു എന്നാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത്. അല്ലാഹു അത് കാണാൻ നമുക്കൊക്കെ തൗഫീഖ് നസീബാക്കട്ടെ. ആ ഇബാദത്തിന്റെ പ്രത്യേകമായ സ്ഥലം നിർണയിച്ചു കൊടുത്തു. അവിടെ ആരാധനയുമായി കഴിഞ്ഞുകൂടുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഖുർആനാണ് പറയുന്നത്. സൂറത്ത് മറിയം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഖുർആൻ അല്ലാഹു പറയാണ് മറിയം ബീവിയുടെ ചരിത്രം ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ വർഷങ്ങളായി ഒരാളുമായി വർത്തമാനമില്ല, ആരോരുമായി സംസാരമില്ല. സംസാരിക്കുന്നത് ഒരാളുമായിട്ടാണ്, അല്ലാഹുമായിട്ടാണ്. അല്ലാഹുവിനോട് സംസാരിച്ചുകൊണ്ട് മതിവരോളം റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് കടന്നു വരുകയാണ്. മറിയം ബീവിയുടെ ചാരത്തേക്ക് മനുഷ്യ രൂപത്തിൽ മലക്ക് കടന്നു വരികയാണ്. ഉടനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ കാവല് തേടുകയാണ്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ റബ്ബിനെ പേടിക്കുന്നവനാണ് എങ്കിൽ നിന്നെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. പുറത്ത് പോകണേ.
എന്റെ റൂമിൽ നിന്ന് പുറത്തു പോ. പെട്ടെന്ന് ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ റൂമിൽ വന്നപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുറത്തു പോ, നിൽക്കരുത്. അഊദു ബിർറഹ്മാനി മിൻക, നിന്നെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തൊടുന്നു എന്നാ പറഞ്ഞു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുമായിട്ടൊരു കണക്ട് ഉണ്ട് ഇവിടെ. കാരണം മനുഷ്യരൂപത്തിൽ ആര് വരും? മലക്ക് വരുമെന്ന് പറഞ്ഞത് ഇതാ ഇവിടെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യരൂപത്തിൽ വരികയാണ്. വന്നതെന്തിനാ? സന്തോഷ വാർത്ത അറിയിക്കാനാണ്. നിനക്കൊരു കുഞ്ഞുണ്ട്, ഇതാ പിറക്കാൻ പോകുന്നെന്ന് അറിയിക്കാനാണ്. ഇന്ന് വരെ ഒരാളുമായി സ്പർശനം നടത്താത്ത, ഒരു പരപുരുഷനുമായി ബന്ധം പുലർത്താത്തതാകുന്ന അവരിലൂടെ അള്ളാഹു കുട്ടിയെ സമ്മാനിച്ച് ലോകത്തിന് അത്ഭുതമാക്കി അള്ളാഹു കൊണ്ടുവരാൻ. ഒരു വെല്ലുവിളിയായി ശാസ്ത്രത്തിന് ഇന്നും നിലനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഒരാളുടെ സ്പർശനമില്ല. മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് അള്ളാഹു കുട്ടിയെ സമ്മാനിച്ചു. കാരണം മറിയമിന്റെ ഉമ്മാടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ഈ കുട്ടിയെ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. പരിപൂർണമായ സംരക്ഷണം അല്ലാഹു. ഒരു ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോയിട്ടില്ല, ഒരു ഹറാമായ തലത്തിലേക്ക് കൈകൊണ്ടുപോയിട്ടില്ല, ഒരു ഹറാമായ തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുപോയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയെ വർണ്ണിച്ചത് അല്ലാഹു ഖുർആനിൽ അതുകൊണ്ടാണ്. അവർ സാദാസീത പെണ്ണല്ല, അഹ്സനതു ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ നല്ലതുപോലെ കാത്തു സംരക്ഷിച്ചവളാണ്. അതാണ് ക്വാളിറ്റി, ഒരു പെണ്ണിന്റെ ക്വാളിറ്റി അതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ല സിനിമയ്ക്ക് വേണോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം തുറന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഓഡീഷൻ, റാഹത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വൈറലായി, വലിയ വിഷയമായി പുകലായി, എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അഭിനയിപ്പിക്കണം, അന്നാ തുറന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തെന്നാ പറയുന്നത്. അല്ലാഹു ആക്കുമാറാക്കും, എല്ലാം കാണിച്ചു കൊടുത്തു. കാരണം അഭിനയിക്കാൻ കിട്ടിയാൽ മതി. ഇതാണ് ലോകം. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാവണം, അവളുടെ കന്യകത്വം, അത് പണയം വെക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലുത്, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് അതാണ്. ഒരു പെണ്ണിൽ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി ആയ ഖുർആൻ പറഞ്ഞതും അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അവൾ ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ മാതൃകയായത്. ആണുങ്ങൾക്കും സ്ത്രീകൾക്കും അടക്കം ലോകത്തുള്ള എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി, പഠിക്കാനുള്ള പാഠമായി മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അടയാളപ്പെടുത്താനുള്ള കാര്യം അവളിലുള്ള ക്വാളിറ്റിയാണ്. ഒരാളുമായിട്ട് ആവശ്യമില്ലാത്ത വർത്താനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ ഒരാളെ കിട്ടിയാൽ നമ്മളൊക്കെ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുക. അൽഹംദുലില്ലാ, ഒരാളും ഇല്ലാതിരിക്കായിരുന്നു, ഒരാളെ കിട്ടിയല്ലോ, റാഹത്ത്. സംസാരിക്കുമല്ലോ. പള്ളിയിൽ പോയിരിക്കുക, ഏത്തിക്കാഫിനായി ഇരിക്കുന്നത് അവസാനത്തെ 10 കുറെ നേരം ദിക്ർ ചൊല്ലിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ അതിലേക്കൂടെ പോകുന്നു. അയാളെ തോണ്ടി വിളിക്കുമ്പോൾ അജയരെ എവിടെ പോവാ എന്ന് ചോദിക്കും. കാരണം എന്താ? ഒറ്റക്കിരുന്ന് മടുത്തു. നമ്മൾ പള്ളിക്കകത്ത് ഏത്തിക്കാഫ് ഇരിക്കാൻ പോയത് അവസാനത്തെ 10 പോയത്. കുറഞ്ഞ നേരം ഇരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാളെ കിട്ടിയപ്പോൾ നമുക്ക് സംസാരിക്കണം തോന്നുകയാണ്. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ ആ പ്രകൃതത്തെ തോൽപ്പിച്ച് ഒരു അന്യ പുരുഷന്റെ സ്പർശനം കണ്ടപ്പോ ഇറങ്ങടാ, അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നീ റൂമിൽ ഇറങ്ങണം, എന്നോട് അല്ലാഹുവിനെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്, ഇറങ്ങാൻ പറഞ്ഞു മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഈമാൻ. അപ്പൊ ആ മലക്കിന്റെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, ഞാനൊരു മലക്കാണ്. വന്നത് നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾക്ക് ഗർഭധാരണമുണ്ടാകും, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ പ്രസവിക്കും, കാരണം ഞാൻ വലം യംസസിനി ബശറുൻ വലം അകു ബഗിയ. അപ്പൊ അതിൽ വിശദീകരിക്കുന്നില്ല. മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞ ചരിത്രം യൂട്യൂബിലുണ്ട്. മറിയം ബീവിയുടെ വഫാത്തും ഒക്കെ പറഞ്ഞത്, വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്. സമയം പോലെ സ്ത്രീകളൊക്കെ ഒന്ന് കേൾക്കുക, നന്നാവാൻ ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാക്കും. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് പഠിക്കണം, ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. അവർ പറഞ്ഞു, എന്നെ ഇന്ന് വരെ ഒരാൾ സ്പർശനം നടത്തിയിട്ടില്ല, ഒരാൾ തൊട്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭധാരണം ഉണ്ടാവും? അള്ളാഹുവിനൊക്കെ എളുപ്പമാണ്, പടച്ചവനൊക്കെ നടത്തും, അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുകയും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രത്തിൻ്റെതാകുന്ന പോക്കറ്റിലെ സൈഡ് പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഊതുകയും ചെയ്തു എന്നാണ്. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ, ഊതി, ആ ഊത്താണ് റൂഹ്. അതിലൂടെയാണ് ആര് വരുന്നത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഗർഭധരിക്കുന്നത് എന്ന് ഖുർആൻ. വലിയ വിശാലമായ ചരിത്രമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അത്രയേറെ സൂക്ഷ്മത വെക്കാൻ കാരണമായി തീർന്നു ഉമ്മയുടേതാകുന്ന കാവലത്തേട്ടം. ജനിച്ചു വീണപ്പോൾ തന്നെ ഉമ്മ കൊടുത്ത ദുആ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ.
ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ ദുആ അത്രയേറെ ഫലമുള്ള ദുആ ആണ്. ഇത് നിസ്സാരമായ ദുആ അല്ല. എല്ലാ ഇമാമിയങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായി ഓർക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്. നമ്മുടെ ജീവിത വിജയത്തിന്റെ വിളിയാളമാണ് മക്കൾ. സ്വാലിഹീങ്ങളാകുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യൽ അനിവാര്യമാണ്. മക്കൾക്ക് വേണ്ടി ദുആരക്കണം. മക്കളില്ലാതെ ഇപ്പൊ വിവാഹം കഴിഞ്ഞു, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഒക്കെ കഴിഞ്ഞു. മക്കളെ കിട്ടാൻ ദുആ കൂടി വേണം. ദുആവും വേണം, മറ്റേ രണ്ട് കാര്യങ്ങളും വേണം. ദുആ മസ്റ്റാൻ. അതും ദുആ ചെയ്യുമ്പോൾ കുട്ടികളെ വേണമെന്നല്ല ദുആരക്കേണ്ടത്. പിന്നെ ദുആരക്കണം, സ്വാലിഹായ ഒരു മകനെ എനിക്ക് തരണേ അല്ലാഹ്. അങ്ങനെ ദുആരക്കണം. സ്വാലിഹായ കുട്ടിക്ക് വേണ്ടി ദുആരക്കണം. അത് ആണാവട്ടെ പെണ്ണാകട്ടെ. ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. പലരും ദുആരക്കാൻ വേണ്ടി ലിസ്റ്റ് എഴുതി തരും. പലപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പലരും എഴുതുന്ന കമന്റുകളിൽ പെട്ടതാണ് കുട്ടികളുണ്ടാകും ദുആരക്കണം. 10 വർഷമായി 17 വർഷമായി. കുട്ടികളുണ്ടായിട്ട് കാര്യമില്ല. കുട്ടികളുണ്ടായി അവൻ നിന്റെ കഴുത്തെ പിടിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർന്നു. ഒരു കുട്ടി ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ജയിലിലേക്ക് പോകും, ഏകദേശം തീരുമാനമായി കിടക്കുക. അല്ലാണ്ടില്ലേ വെഞ്ഞാറമൂട്ടിൽ, അതും ഒരു കുട്ടിയാണ്. 5 പേരെ കൊലപ്പെടുത്തിയുള്ളൂ. പാവം പിടിച്ചവനാ, സാധു. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതൊരു കുട്ടിയാണ്. കുട്ടി ജനിച്ചിട്ട് കാര്യമില്ല. കുട്ടി സ്വാലിഹീങ്ങളാകുന്ന മക്കളായി മാറണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് എപ്പോഴും ദുആരക്കണം, അല്ലാഹു സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. എല്ലാ അംബിയാ മുർസലീങ്ങളും ദുആ ചെയ്ത ദുആ അതാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യ സമയത്തും പടച്ചറപ്പിനോട് ദുആ ചെയ്ത പ്രാർത്ഥനയാണ് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. فبشرناه بغلام حليم. സഹിഷ്ണുതയുള്ള തഖ്വയുള്ളതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു പ്രവാചകനായ മകനെ തന്നെ നൽകുകയത്രേ. പരിശുദ്ധ ഖുർആൻ. എത്ര വാപ്പമാരാണ് മക്കൾ സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? എത്ര ഉമ്മമാരാണ് ദുആ ചെയ്യുന്നത്? ഗർഭധാരണ വേളയിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന ഉമ്മയല്ലേ 9 മാസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി നൽകിയ കാലയളവല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി? എന്തേ നീ ഖുർആൻ ഓതാതെ പോയത്? ഗർഭധാരണ വേളയിൽ 9 മാസത്തിനിടയ്ക്ക് ഒരു അശുദ്ധിയുടെ ഘട്ടം പോലും അല്ലാഹു നിനക്ക് നൽകുന്നില്ല. ഖുർആൻ ഖത്മ തീർക്കാനുള്ള അവസരമാണ്. റമളാനിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം അശുദ്ധി പറഞ്ഞിട്ട് അതിലെ ഉള്ളതാകുന്ന ഖുർആൻ ഓതലുകൾ മുടക്കി വെച്ചതാകുന്ന പെങ്ങളല്ലേ, ഇതാ 9 മാസം നിരന്തരമായി അല്ലാഹു നിനക്ക് ശുദ്ധിയുടെ ഘട്ടം തരുവയാണ്. ഖുർആൻ ഖത്മ തീർക്കണേ. ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഉദരത്തിൽ ജനിക്കുന്നതാകുന്ന കുഞ്ഞ്, എനിക്ക് ജപിക്കുന്നതാകുന്ന പൊന്നുമോനാകട്ടെ പൊന്നുമോളാകട്ടെ, നീ സാലിഹാക്കണേ അല്ലാഹ്. ഈ ഖുർആൻ ഖത്മ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു അല്ലാഹ്. ആദരവായ പ്രവാചകൻ പറഞ്ഞില്ലയോ, അൽ ബൈത്തുല്ലദീ യഖറഉ ഫീൽ ഖുർആൻ യക്സുറു ഖൈറുഹു. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കുമേ, ഖൈർ അധികരിക്കുമേ. ആ വീട്ടുകാർക്ക് വയത്തസിഉ അലാ അഹ്ലിഹി. ആ ഖുർആൻ ഓതുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൽ വിശാലത അല്ലാഹു നൽകുകയാ. ഈ കുട്ടി ജനിക്കുന്നതിലൂടെ സമ്പത്തിനും സന്താനത്തിനും അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്. വൽ ബൈത്തുല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ യഖില്ലു ഖൈറുഹു വയളീഖു അലാ അഹ്ലിഹി. പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യാത്തതായ ഏതൊരു വീടുണ്ടോ ആ വീട്ടിൽ ബറക്കത്തില്ല. ആ വീട്ടുകാർക്ക് എപ്പോഴും പ്രയാസമാ, സാമ്പത്തികമായ ഞെരുക്കമാ.
ഞെരുക്കമാണ്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സ് വിഷമിക്കുകയാണ്. വേണ്ട രീതിക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഈ കുഞ്ഞ് പിറക്കുന്നത്. അല്ലാ, ദുഃഖിച്ചിട്ട് കാര്യമില്ല പെങ്ങളെ. 9 മാസം ശുദ്ധിയുടെ ഘട്ടമായിരുന്നു. നീ ഖുർആൻ പാരായണം നടത്താത്തവളല്ലേ, ദിക്ർ ചെല്ലാത്തവളല്ലേ, അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും ചെല്ലാൻ പറ്റിയിരുന്ന സ്വലാത്തിനെ അവഗണിച്ചവളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ നിന്റെ ജീവിതത്തിൽ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുമോ? നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. ഖുർആൻ ഓതുന്ന ഒരു വീട്ടിൽ എല്ലാ ബറക്കത്തും അധികരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഗർഭധാരണ വേളയിൽ ഖുർആൻ ധാരാളം ഓതണം. ഇന്നിപ്പോ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഗർഭധാരണ വേളയിൽ പെണ്ണ് ഏറ്റവും കൂടുതൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത്? പൊക്കിൾ കൂടി ബന്ധമാണ്. ഈ കുട്ടി ജനിക്കുമ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു ആക്കുമാറാവട്ടെ. ശാസ്ത്രം അംഗീകരിച്ചു. ഹദീസിൽ പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സഹാബത്ത് പറയുമ്പോ, ഉലമാക്കൾ പറയുമ്പോ നിസ്സാരപ്പെടുത്തിയിരുന്നവർക്ക് ഇനി ശാസ്ത്രം പറഞ്ഞിട്ടെങ്കിലും ശ്രദ്ധിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ? ഗർഭധാരണ വേള കുട്ടിയുമായിട്ട് നല്ല കണക്ഷനാ, പൊക്കിൾ കൂടി ബന്ധമാണ്. ആ ബന്ധം അത് മുറിച്ചു മാറ്റുമ്പോഴാണ് ഇതിലൊക്കെ പ്രശ്നം വരുന്നത്, അല്ലേ? അത് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ മുറിച്ചു മാറ്റപ്പെടും. അപ്പൊ ആ ബന്ധം നിലനിർത്താൻ വേണ്ടി, ആത്മീയമായി നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ സമയത്ത് ഭാര്യയും ഭർത്താവും വഴക്കടിക്കരുതെന്ന് വരെ പറയുന്നത്. കാരണം കൂടുതൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ഇത് കുട്ടിയിൽ പ്രതിഫലിക്കും. താന്തോന്നിയായി വളരും, തെമ്മാടിയായി വളരും, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി മാറും, കുരുത്തം കെട്ടവനായിട്ട് മാറും. ഭാര്യയും ഭർത്താവും എപ്പോഴും സ്നേഹം പകരുക, ഭാര്യയ്ക്ക് കരുതൽ കൊടുക്കുക. ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കോഴി പൊറാട്ട ഇതൊക്കെ കൊടുത്തിട്ട് ഇരുത്തണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണമൊക്കെ വേണം, പ്രോട്ടീൻ വേണം, നല്ല ഭക്ഷണം കൊടുക്കണം, ഭാര്യയെ നോക്കണം, കെയർ ചെയ്യണം. അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതാണ്. ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദീസിലുണ്ട്, ദീനാറുൻ അൻഫഖതുഹു അലാ സബീലില്ലാഹി വദീനാറുൻ അൻഫഖതുഹു അലാ റഖബത്തിൻ വദീനാറുൻ അൻഫഖതുഹു അലാ അഹ്ലിക അഅലമുഹാ അജ്റൻ അല്ലദീ അൻഫഖതുഹു അലാ അഹ്ലിക. സയ്യിദുനാ റസൂലുള്ളാഹി, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതാകുന്ന സമ്പത്ത്, നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത സമ്പത്ത്, നീ അള്ളാഹുവിന്റെ സംതൃപ്തി കരഗതമാക്കാൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊടുത്ത സമ്പത്ത്, ഏറ്റവും വലിയ കൂലി നിന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നീ ചെലവഴിച്ച സമ്പത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസ് ഏറ്റവും വലിയ കൂലിയാണ്. അതുകൊണ്ട് കുടുംബത്തെ നോക്കാതിരിക്കണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഭാര്യയൊന്നും മൈൻഡ് ചെയ്യൂല. പെണ്ണുങ്ങൾ ഇവിടെ ഒന്നുമില്ല, കിട്ടാനുമില്ല, ഒന്നുമില്ല. പിന്നെ അവര് തോന്നിയതുപോലെ ഹറാമായ തലത്തിലൊക്കെ ജീവിക്കാൻ. പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുക. ഒറ്റക്കാലിൽ നിൽക്കണമെന്നാ പറയുന്നത്. ഭർത്താവിന്റെ കാലും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, ഒറ്റക്കാലിൽ നിൽക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അവസാനം ഏതെങ്കിലും പരിധിക്കാലി പോകാതിരുന്നാൽ കൊള്ളാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഭർത്താവിന്റെ വരുമാനം കൂടി കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല ഉസ്താദെ. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കാം. മിക്ക പെണ്ണുങ്ങളും ഈ ഒറ്റക്കാലിൽ കുറച്ചാളും കൂടി നിന്ന് കഴിയുമ്പോൾ പിന്നെ ഭർത്താവിന് വേണ്ട, ഈ 3-ാം കാലിനെ വേഗം മാറ്റിയേക്കാം. അടുത്ത വേറൊരുത്തനെ ഒരു കാലിനെ കൂട്ടാം, പിന്നെ വേറൊരുത്തനുമായിട്ട് പ്രണയവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് അധികം നടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭർത്താവ് ഭാര്യയെ കൂടുതൽ കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പാലാകട്ടെ, അരിയാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, സാധന സാമഗ്രികളാകട്ടെ, ഇതിനൊക്കെ വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കണം, ഇതൊരു നിസ്സാര കാര്യമല്ല. എന്നല്ല, നീ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഏറ്റവും വലിയ പാപിയാണ്. ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല, മറ്റൊരു വിഷയമാണ്. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഫാ ബിൽ മർഇ ഫമാ അയ്യുദയ്യ മയഖൂത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ, സ്വന്തം ഭാര്യയും മക്കളുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ ഒറ്റയ്ക്ക് തിന്നു കുടിച്ച് നടക്കുന്ന ഭർത്താക്കന്മാരില്ലേ, ഏറ്റവും വലിയ പാപിയാണ്. ഏറ്റവും വലിയ കുറ്റമാണ് നീ ചെയ്യുന്നത്. അല്ലാഹു കാക്കുമാറാവട്ടെ. എവിടുന്ന് വരിക? ഞാൻ അവിടെ നല്ല സംസം ഹോട്ടലിൽ പോയി മട്ടൻ ബിരിയാണി മണത്തി പെണ്ണുങ്ങളെ മണത്തിട്ട് കൈ റാഹത്തായിട്ട്. ഇന്ന് ഇന്ന പള്ളിയിൽ പോയി കയറുന്നു, ആലങ്കോട് പള്ളി. അവിടെ നല്ല ബിരിയാണി ആയിരുന്നു, റാഹത്ത്. എന്നിട്ട് നോമ്പ് തുറന്നു വന്നിട്ട് കൊണ്ടുവന്ന് കൈ മണത്തിച്ചു പോകുക, പെണ്ണുങ്ങൾക്ക് മണപ്പിക്കുക.
നല്ല ഭക്ഷണമൊക്കെ വാങ്ങി അവരെയും സന്തോഷിപ്പിക്കണം. ഒരു ദിവസം അവരോട് പറയാം, ഇന്ന് അടുക്കള എന്ത് ചെയ്യാം, അടച്ചിടാം, നമുക്ക് എന്ത് ചെയ്യാം, റാഹത്തായിട്ട് ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. കടയിൽ പോയാൽ പിന്നെ നമ്മൾ തറാവിയൊക്കെ മുടങ്ങുമെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ പുറത്തുനിന്ന് നല്ല റാഹത്ത് നല്ല ഭക്ഷണം, അജിനമോട്ടോ ഒന്നും ചേരാത്ത നല്ലൊരു ഫുഡൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കും. അപ്പൊ വീട്ടുകാർ നല്ല സന്തോഷിക്കും. കഴിച്ചു കഴിയുമ്പോൾ അവർ പറയും, നാളെ മുതൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങളെ കിട്ടിയിരിക്കും. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നാളെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും, കടയിൽ നിന്ന് വാങ്ങിച്ചോന്ന് പറയും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒരു ദിവസം കരുതിയ അങ്ങനെ ചെയ്യാം, ഒരു സന്തോഷമാണ് അവർക്ക്. കാരണം ഏറ്റവും വലിയ സന്തോഷം ഈ ഇട്ടിരിക്കുന്ന പാത്രങ്ങളൊന്നും കഴുകണ്ടല്ലോ. മറ്റേത് ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാകും. കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ കഴിച്ചത്, അത് കഴിച്ചത്, പാചകം വെച്ചത്, ഇതൊക്കെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കാൻ പോലും ഭർത്താവ് സഹായിക്കുന്നില്ല എങ്കിൽ പിന്നെ ഭാര്യമാര് പിന്നെ എപ്പോഴും പ്രയാസം തന്നെയാണ് മാനസികമായി. അതൊക്കെ ഒന്ന് സഹകരിച്ചു കൊടുക്കാം. ഒരുപാട് നിന്നില്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും അടുക്കളയിൽ അസറിന് ശേഷം ഒന്ന് കയറിയിട്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ചാൻസ് ഉണ്ട്, കൂടുതലായി വരും. എന്നല്ല അവർ മറ്റൊരാളെ പിന്നെ പ്രണയിക്കാനോ ഇഷ്ടപ്പെടാനോ താല്പര്യപ്പെടാനോ ഒരിക്കലും പോകുകയുമില്ല. ഇതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. ഒരു 10 മിനിറ്റ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. മൊബൈലാണല്ലോ എല്ലാത്തിന്റെയും വില്ലൻ. ഇതിന്റെ പുറകെ തോണ്ടിക്കളിക്കുന്ന സമയം മതി നിന്റെ കുടുംബത്തോടൊപ്പം നീ ചെലവഴിക്കാൻ. അള്ളാഹു കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ ഒളിച്ചോട്ടങ്ങൾ ഇല്ലാതാകും. സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കുട്ടി ജനിച്ച് 7ന്റെ അന്ന് കുട്ടിക്ക് വേണ്ടി അറവ് നടത്താൻ, അഖീഖ നടത്തലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അമലാണ്. പലപ്പോഴും വരെ ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അഖീഖ സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ് നമ്മുടെ മദ്ഹബിൽ. കഴിവുള്ളവരാണ് അത് ചെയ്യേണ്ടത്. കഴിവില്ലാത്ത ആളുകൾ അപ്പോൾ കഴിവായില്ല എങ്കിൽ പിന്നീട് മതി. കുട്ടി ജനിച്ച് 7-ന്, അന്ന് സാധിച്ചില്ലെങ്കിൽ 14-ന്, 7ന്റെ ഗുണിതമാണ് നോക്കേണ്ടത്. പിന്നെ അതിന് നോക്കേണ്ടത് അടുത്ത 21, അങ്ങനെ 7ന്റെ ഗുണിതം. അത് പ്രായപൂർത്തി എത്തുന്നത് തരം വരെ വാപ്പയുടെ മേൽ കടമയാണ്. വാപ്പ പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടിക്ക് വേണ്ടി അഖീഖയുടെ അറവ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം കുട്ടി സ്വന്തമായിട്ട് അവന് കഴിവാകുന്ന സമയത്ത് അവന്റെ മേലുള്ള അറവ് നടത്തൽ ശക്തിമത്തായ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മുടെ മദ്ഹബിലുള്ളതാണ്, ശാഫി മദ്ഹബിൽ പ്രത്യേകിച്ചു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ചിലർ ചെയ്യുന്നുണ്ട്. മലബാറിലൊക്കെ വളരെ കണിശമായി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടുകൾ ആരെങ്കിലും ഒരാൾ ചെയ്തത് അതിന്റെ ഇറച്ചി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി പേനയും പിടിച്ചിരിക്കുന്ന കൗമായി നമ്മൾ മാറിയിരിക്കുകയാണ്. അവൻ അവിടെ ഇത് അറുത്തിട്ട് എനിക്ക് തന്നില്ല അവന്റെ മോൻ്റെ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വേണേ പോസ്റ്റ് ഇട്ടേക്കും. സ്വന്തം മക്കളുടെ കാര്യം ചെയ്യാൻ നമ്മൾ ആരും തയ്യാറല്ല. അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ അഖീഖയുടെ അറിവ് ശ്രദ്ധിക്കുക. അത് ഉദ്ഹിയ്യത്തിന്റെ മസല പോലെയാണ്, ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആടുമാടുകൾ, നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടുമാടുകൾ ഒക്കെ 2 വയസ്സ് തന്നെ പ്രായമാകണം. ആടിനും 2 വയസ്സെത്തണം. കാരണം നമ്മുടെ നാട്ടിലേക്കുള്ളത് കോലാടാണ്. അതുപോലെ തന്നെ മാട് വർഗത്തിൽപ്പെട്ടത് പശി, മൂരി, കാളയൊക്കെ ഉള്ളതൊക്കെ 2 വയസ്സ് തന്നെയാണ്. കുറ്റമറ്റ രീതിയിലുള്ള നല്ല മൃഗമായിരിക്കണം. അത് 7ന്റെ അന്നാണ് അറവ് നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടൽ കർമ്മം നടത്തേണ്ടത്. പേരിടൽ കർമ്മം അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ വിളിക്കാനല്ല, കുട്ടിക്ക് 7ന്റെ അന്ന് കുട്ടിയുടെ പേര് വിളിക്കുന്നത് അത് പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട്. അപ്പൊ 3ന്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ പേര് അവിടെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോൾ ആയിക്കോട്ടെ, നേരത്തെ നല്ല പേര് സെലക്ട് ചെയ്യുക, നല്ല പേരിടണം, അത് മസ്റ്റാണ്. അപ്പൊ ആ കൊടുത്ത പേര് തന്നെ ആയിരിക്കും എന്തിനു വരിക, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വരിക. എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുത്തിട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക, ജനന കറക്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുക. അത് 3ന്റെ അന്ന് കൊടുക്കേണ്ടത് കൊണ്ട് നേരത്തെ തന്നെ പേര് സെലക്ട് ചെയ്ത് വെച്ചോ. ഗർഭധാരണ വേളയിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും നല്ല പേര് സെലക്ട് ചെയ്ത് വെക്കും. ഇത് അന്നത്തെ ദിവസം കിടന്ന് ഓടുകയാണ്. എല്ലാ പള്ളികളും ഓടുന്നു, ഉസ്താദ്മാർ ഓടുന്നു. 500 പേരുള്ള ഡിക്ഷണറി എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ്. കാരണം ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരാണ് ഈ കുട്ടിക്ക് ഇവൻ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നല്ല പേരിടൽ നിർബന്ധമായിട്ടും വേണം. അത് 7ന്റെ അന്നാണ് ആദ്യം പേരിടുക, രണ്ടാമത് അറവ് നടക്കുക, മൃഗത്തിന്റെ അറവ് നടക്കുക, മൂന്നാമത്തത് കുട്ടിയുടെ മുടി കളയൽ ചടങ്ങും അത് തന്നെയാണ്. കുട്ടി ജനിച്ച് 7ന്റെ അന്നാണ് നടക്കുന്നത്. ഇതൊക്കെ തർത്തീബാണ്. ആദ്യം പേര്, രണ്ടാമത് അറവ്, മൂന്നാമത്തത് മുടികളയ. ചില സ്ഥലത്തൊക്കെ ചിലര് വിവരമില്ലാതെ കാണിക്കുന്നുണ്ട്. കുട്ടിയുടെ തലമുടിയിലേക്ക് കത്തി ഇങ്ങനെ വെക്കും, അവസാനം കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മൃഗത്തിന്റെ കഴുത്തിലോട്ടും വെക്കും. വെച്ചോ വെച്ചോ വെച്ചോ, ഓക്കെ അല്ലേ?
ഇതൊക്കെ അനിസ്ലാമിക്. ഇതൊന്നും അങ്ങനെ ഇല്ല. ഇതിനൊക്കെ തർത്തീബുണ്ട്. ആദ്യം എന്ത് വേണം? ആദ്യം കുട്ടിക്ക് പേരിടൽ കർമ്മം എന്താ? ഉദാഹരണത്തിന് മുഹമ്മദ് എന്നാ പേരിടുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ കുട്ടിയുടേതാകുന്ന പേര് മുഹമ്മദ് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാം, ഇനി ആരും ഇല്ലെങ്കിലും നമ്മളങ്ങ് പറയാം കുട്ടിയെടുത്ത് മുഹമ്മദേ 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 എന്ന് വിളിക്കുക. അതാണ് പേരിടൽ ചടങ്ങെന്ന് പറഞ്ഞത്. അല്ലാതെ മൈക്കെടുത്ത് വെച്ചിട്ട് ഇനി എന്താ കാണിക്കേണ്ടത് ഭയങ്കര സംഭവമായിട്ടും ഇങ്ങനൊന്നും ഒരു പരിപാടിയില്ല. ഇത് പറയുമ്പോൾ പിന്നെ അതിനുവേണ്ടി പിന്നെ ഒരു 10 ചാക്ക് കൊണ്ടുവന്നിട്ട് വലിയതാകുന്ന മിഠായി കൊണ്ടുവന്ന സൽക്കാരവും അത് വലിയൊരു ചടങ്ങാക്കി മാറ്റാനും നിൽക്കണ്ട. ഇതിങ്ങനെ ഒരു പരിപാടി 7-ന്റെ അന്ന് ചെയ്യൽ സുന്നത്തുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അറവുകാരനെ വിളിച്ചിട്ട് കുട്ടിയുടെ പേരുള്ള അറവ് നടത്തുക. ആ മൃഗത്തെ വളരെ സംരക്ഷണം, വളരെ ബഹുമാനവും ആദരവും കൊടുത്തു വേണം മറക്കാൻ. ഉലഹിയത്തിന്റെ മൃഗം പോലെ തന്നെ. അവർ കഴിഞ്ഞാൽ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി മാംസം ഉരിച്ചെടുക്കൽ പ്രത്യേകം ശക്തിമത്തായ സുന്നത്താണ്. മാംസം ഉരിച്ചെടുക്കൽ. കാരണം എല്ലുകൾ പൊട്ടിക്കുന്നത് അശുഭ ലക്ഷണമാണ്. ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ ആക്സിഡന്റ് മറ്റുമൊക്കെ ഉണ്ടാകാൻ ഹേതുവാണ്. പറഞ്ഞ ഉലമാക്കളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പരമാവധി എല്ലുകളിൽ നിന്ന് ഊരി, ചില എല്ലുകൾ പൊട്ടിക്കേണ്ടത് തന്നെ ഉണ്ട്. അതല്ല ഈ പറയുന്നത്. പരമാവധി മറ്റുള്ളതാകുന്ന എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ മാംസം ഉരിഞ്ഞെടുക്കുക. മാംസം സാധാരണ ഉദഹിയത്തിന് പച്ചമാംസമായിട്ടാണ് കൊടുക്കുക സുന്നത്തുള്ളതെങ്കിൽ അഖീഖയുടെ അറവിന് കറി വെച്ച് ആ കറിയിൽ ഒരൽപ്പം മധുരം ചേർത്ത്, എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല, മറിച്ച് ഒരൽപ്പം മധുരം അതിലിടുക. ഒരു ശുഭലക്ഷണത്തിന് വേണ്ടി. കറി നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിക്കോട്ടെ, അമിതമാകുന്ന എരിവൊന്നും ഇല്ലാത്ത നല്ല കറിയാണ്. കറി വെച്ചിട്ട് ആ കറിയാക്കിയിട്ട് ആളുകൾ സൽക്കരിക്കലാണ് അഖീഖയുടേതാകുന്ന മാംസത്തിന് സുന്നത്ത്. അതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല പച്ചയായിട്ട് കൊടുക്കലേ പറ്റുള്ളെങ്കിൽ അങ്ങനെ. ഞാനൊരു സുന്നത്ത് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചൊന്നു മാത്രം. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. മാത്രമല്ല കുട്ടിയുടെ മുടി പരിപൂർണമായി നീക്കം ചെയ്യുക. തലമുണ്ടനെ ചെയ്തു, ഒരല്പമേ ഉണ്ടാവുള്ളൂ. അത് സ്വർണം തൂക്കുന്ന ത്രാസിലോ വെള്ളി തൂക്കുന്ന സ്വർണം ഇടുക. അപ്പൊ കറക്റ്റായിട്ട് അതിന്റെ തൂക്കം കിട്ടും. അല്ല നമ്മൾ സാധാരണ ഒതുഹിയത്തിന് ഇറച്ചി വെക്കുന്ന, അല്ലെ ഇറച്ചിക്കട തൂക്കുന്നതിന് തൂക്കിയാൽ 1 കിലോ ഉണ്ടാവില്ല, ത്രാസ് പൊങ്ങി നിൽക്കും. അതിനാണ് ഈ പറയുന്നത് സ്വർണം തൂക്കുന്നതെന്ന് പറയാൻ കാരണം അതാ. അപ്പൊ കറക്റ്റ് അതിന്റെ ഗ്രാം കിട്ടും. അപ്പൊ എത്ര ഗ്രാം വരുന്നുണ്ടോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് കുറിച്ച് വെക്കണം. സ്വർണം കൊടുക്കൽ പാവപ്പെട്ടവർക്ക് ആ തൂക്കം അനുസരിച്ച് സ്വർണം കൊടുക്കൽ സുന്നത്താണ്. കുട്ടിയുടെ തലമുടിയുടെ കണക്കനുസരിച്ച്, തലയല്ല, പ്രത്യേകം മനസ്സിലാക്കാം. തലമുടിയ ആ വടിച്ച് അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. 7-ന്റെ അന്ന് കറക്റ്റ് വടിച്ച റാഹത്തായി. 14 എന്നാണെങ്കിൽ തീർന്നു, കുറച്ചും കൂടി വരും. അപ്പൊ സ്വർണ്ണം അതിനനുസരിച്ച് പോകും. വേഗം പഠിച്ചോ. അല്ലാഹു സാലിഹീൻ കളിച്ചേർക്കും. 7-ന്റെ അന്ന് റാഹത്തായിട്ട് ഇത് പഠിക്കുക. ഇതൊക്കെ ശക്തിമത്തായ സുന്നത്തിൽപ്പെട്ടതാണ്. ഇനി അത് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ തൂക്കം അനുസരിച്ചിട്ട് വെള്ളി കൊടുക്കൽ സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടിരുന്നതാണ്. ഇന്നതൊക്കെ പോയി, ഈ അറിവും പോയി, പറച്ചിലും പോയി. ഇതൊക്കെ വിഷയമില്ല. ആരെങ്കിലും ചോദിച്ച മസാല പറയുന്നല്ലാതെ വാദിന്റെ മജ്‌ലിസിൽ ഇതൊന്നും പറയാതായി പോയി. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, പേരിടൽ വളരെ ശ്രദ്ധിക്കണം. നല്ല പേരാവണം, ഇസ്ലാമികപരമാകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നകും തുദ്ഉന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹ്സിനൂ അസ്മാഅകും. നിങ്ങളെ നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ ദർബാറിൽ നിൽക്കുമ്പോൾ നിങ്ങളെ പേര് വിളിക്കുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പമാരുടെ പേരും ചേർത്തിട്ടാണ് ഇന്നാലിന്റെ മനുഷ്യന്റെ മകനെ എന്നാണ് മഹ്ശറിൽ അല്ലാഹു അഭിസംബോധന ചെയ്യുക. കോടാനുകോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന തലമല്ലേ മഹ്ശറ. അന്ന് നിങ്ങളുടെ പേര് അല്ലാഹു വിളിക്കുക. നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങളുടെ വാപ്പയുടെ പേര് ചേർത്തിട്ടാണ്. അതുകൊണ്ട് ഫഹ്സിനു അസ്മാഅകും, നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ പറയുകയാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് എന്നറിയുമോ? പേര് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട പെങ്ങളെ. പാതിരാത്രി സമയത്ത് പേരിന്റെ ഡിക്ഷണറി നോക്കിക്കൊണ്ട് അർത്ഥതലങ്ങൾ ചോദിച്ച് ഗൂഗിൾ മാമനോട് ചോദിച്ചുകൊണ്ട് നീ രാപ്പകൽ അധ്വാനിക്കേണ്ടതില്ല. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന പേര് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ 2 പേര് വരാൻ കാരണം, ഈ 2 പേരും ഇസ്തിംബാത്ത് ചെയ്തത്, പിടിച്ചെടുത്തത് ഖുർആനിൽ നിന്നാണ്. സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു പറയുകയാണ്, വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ് യദ്ഉ കാനൂ യകൂനൂന അലൈഹി ലിബദാ.
അബ്ദുള്ള എന്ന വാക്ക് സൂറത്തുൽ ജിന്നിലുണ്ട്. അതിൽ നിന്നാണ് അബ്ദുള്ള എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാൻ കാരണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ അബ്ദുറഹ്മാൻ അത് സൂറത്തുൽ ഇസ്രായിലുണ്ട്. ഖുലിദു അല്ലാഹ് അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. അബ്ദുറഹ്മാൻ അള്ളാഹു വലിയ ഇഷ്ടമുള്ള നാമങ്ങളാണ്. റഹ്മാനായ റബ്ബിന്റെ അടിമ, അള്ളാഹുവിന്റെ ദാസൻ. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഇടാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാടെ പേരെന്താ? അബ്ദുള്ള. നമ്മൾ ഈ അടുത്തല്ലേ ആർക്കെങ്കിലും അബ്ദുള്ള എന്ന് പേരിട്ടിട്ടുണ്ടോ? ഒരു മഹ്ലൂക്കിനും ഇടൂല. അതൊന്നും വേണ്ട. അല്ലാഹ് എന്നുള്ള പേരൊന്നും വേണ്ട. നമുക്ക് തന്നെ ഈമാൻ പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. അമ്പിയാക്കളുടെ പേരുകൾ തിരഞ്ഞെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. മറിയം ബീവിയുടെ പേരിട്ട എത്രയോ ഉമ്മമാരുണ്ട്. മറിയം എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അർത്ഥം ആബിദ എന്നാണ്. ആരാധിക്കുന്നവൾ, അല്ലാഹുവിനെ മുറിഞ്ഞ് ആരാധന നിർവഹിക്കുന്നവളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ പൊരുത്തം കിട്ടാൻ ആ പേരിട്ട മാഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിന്റെ ഒരു പൊരുത്തം ഉണ്ടാവും. പണ്ടൊക്കെ അതാണല്ലോ ഗർഭം ധരിച്ചിരുന്ന സഹോദരങ്ങൾ മറിയം ബീവിയുടെ സൂറത്ത് മറിയം ഓതും, മറിയം ബീവി അനുസ്മരിച്ചുകൊണ്ട്.